ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന സ്ത്രീ എന്ന സിനിമയുടെ റിവ്യൂ ആണ്. അത് പറയുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവുക, അത് അമർത്തി സഹായിക്കുക. പിന്നെ ഈ വീഡിയോ ടെലഗ്രാം ചാനലിലും കൂടി അപ്ലോഡ് ചെയ്യാം. മറ്റേ സ്മാർട്ടിൻ്റെ ഒരു സ്പോയിലറായിട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തന്നെ ടെലഗ്രാം ചാനലിൽ ഇടാൻ മറന്നു, സോറി. അതിൻ്റെ കൂടി ചേർത്ത് ഞാൻ ഇട്ടേക്കാം. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടെലഗ്രാം ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പടത്തിൽ പിന്നെ സ്ത്രീ എന്ന പടത്തിൽ അഭിനയം ചെയ്യുന്നത് സെക്കൻഡ് പാർട്ട് ഞാൻ കണ്ടിട്ടില്ല, സെക്കൻഡ് പാർട്ട് ഞാൻ കാണണം ഉറപ്പ്. രാജ്കുമാർ റാവു, ശ്രദ്ധ കപൂർ, പങ്കജ് ത്രിപാഠി, അഭിഷേക് ബാനർജി, അപർശക്തി മീൻസ് ആയുഷ്മാൻ ഖുരാനയുടെ അനിയനാണ് അപർശക്തി ഖുരാന. ഒക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പടം. എങ്ങനെയുണ്ട് ചോദിച്ചാൽ വേറെ ലെവല് പടം, വേറെ ലെവല് പടം തന്നെയാണ്. വേറെ ലെവൽ ഹൊറർ മൂവി. പടത്തിന് സ്റ്റോറിയിലോട്ടൊന്നും കിടക്കണില്ല, സ്റ്റോറി വൈസ് ലെവൽ പൊളിച്ചിട്ടുണ്ട് മോനെ. മ്യൂസിക്, BGMs, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കണത് ഇവരായിട്ട് നമ്മുടെ അവൻ്റെ പേര് പറഞ്ഞിട്ട് കേത്തൻ സോദ അങ്ങനെ എന്തോ പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ BGM ചെയ്തിരിക്കണത്. മ്യൂസിക് സച്ചിൻ ജിഗർ ടീംസ്. പിന്നെ എന്താണ് ഹിമേഷ് അങ്ങനെ ഒരു പല ഒരാളാണ് എന്തോ സർക്കാരി അങ്ങനെ ഒരാളാണ് എഡിറ്റ് ചെയ്തിരിക്കണത്. ഇവിടെ എഡിറ്റ് ചെയ്തിരിക്കണം, പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം ദിനേശ് വിജയൻ. അതിനും രാജൻ DK ആണ്, DK ടീംസ്. പിന്നെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന അമർ കൗശിക് ഒക്കെയാണ്. ദിസ് ഈസ് കമ്മിങ് ഫ്രം ദിനേശ് വിജയൻ ഹൊറർ സിനിമാറ്റിക് യൂണിവേഴ്സ്. പൊളിച്ചിട്ടുണ്ട് മോനെ ദിനേശ് വിജയൻ. ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തെടുത്തു ആ യൂണിവേഴ്സ്, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ബാക്കിയല്ല പക്ഷെ അതെങ്ങനെ സെറ്റ് ചെയ്തല്ലാണ് ഹാൻഡ്സ് ഓഫ്. പെർഫോമൻസസ് വെച്ച് നോക്കുമ്പോൾ ഇതിലൊരു സ്പോയിലറും ഇല്ല. ധൈര്യമായിട്ടിരുന്ന് കാണാൻ. ടെലിഗ്രാമിൽ കിടപ്പുണ്ട്, ഇല്ലെങ്കിൽ മറ്റേ ആമസോണിലാണെന്ന് തോന്നുന്നു. ഞാൻ ടെലിഗ്രാമിലൂടെ കണ്ടത്. ആമസോണിൽ കിടപ്പുണ്ട്, ആമസോണിലാണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് ഓർമ്മയില്ല, ആമസോണിലാണെന്ന് തോന്നുന്നു. അതിൽ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഇരുന്ന് കാണാൻ. അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യണമായിരിക്കും കൂടുതലാക്കല്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പെർഫോമൻസസ് വൈസ് എല്ലാവരും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ പടത്തിൽ എല്ലാവരും മര്യാദ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ശരിക്കുള്ള ഇത് ഹൊറർ സസ്പെൻസ് ത്രില്ലറാണ്, ഒരു സസ്പെൻസ് ഹൊറർ മൂവിയാണ്. അതുകൊണ്ട് ഒരു ഹൊറർ ക്രൈം ത്രില്ലർ മീൻസ് ആ പ്രേതത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നൊരു പാഠം. പറഞ്ഞ കോൾ കേസൊക്കെ ഇന്നെ ഇൻസ്പയർ ആയിട്ടാണ് കുറച്ചൊക്കെ ഇറക്കിയിരിക്കണമെന്ന് തോന്നുന്നു. പക്ഷെ അതിൽ വലുതായിട്ട് പ്രേതത്തെ കാണിക്കണില്ല, അത് വേറെ കാര്യം. ഇതിൻ്റെ പ്രേതത്തെ കുറച്ച് കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ട്, ഒരു മീഡിയത്തോളം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ സ്റ്റോറി പറയണമെന്നില്ല, ഞാൻ പറഞ്ഞിരുന്നു. അതോടെ ഇത് പറയണില്ല. രാജൻ DK ആണ് സ്റ്റോറി ചെയ്തിരിക്കണമെന്ന് തോന്നുന്നുണ്ടോ. രാജൻ DK ആണ് സിനിമയുടെ സ്റ്റോറി ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ പ്ലേ നൈസ്, പോളി സാധനം. പിന്നെ നോറ ഫത്തേഹിയുടെ ഒരു ഗെയിമിംഗ് അപ്പിയറൻസ് ഉണ്ട് ഒരു പാട്ടിൽ, അതൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മസ്റ്റ് വാച്ച് ഇന്ത്യൻ ഹൊറർ മൂവിയാണിത്, എല്ലാവർക്കും കാണാം. റേറ്റൊന്നും വിചാരിച്ചിട്ട് ഒരുത്തനെ കാണാതിരിക്കൊന്നും വേണ്ട, എല്ലാവർക്കും കാണാൻ പറ്റിയ പടം തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ.
ഡെൽറ്റ വിസ്കസ്. ഒരു മിനിറ്റ്, അത് പറയുന്നതിന് മുമ്പ് ഇനി അടുത്തത് 3-2 ഇല്ലെങ്കിൽ മറ്റേത് ഒരു ഞാൻ ഇത് കണ്ടിട്ടില്ല, എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, മറന്നുപോയി. ബിസിനസ് മാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് സ്ത്രീ കാണാൻ പോകും. അല്ല, ബിസിനസ് മാൻ കഴിഞ്ഞിട്ട് ബിസിനസ് മാൻ ഒന്ന് ഇത് ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ ഇത് കാണാൻ പോകണം. എന്തോന്നാണ് മറ്റേ അക്ഷയ് കുമാറിൻ്റെ ഒരു സാധനം ഇറങ്ങി, സ്ത്രീ 2 കണ്ടിട്ട് ശേഷം മറ്റേ അക്ഷയ് കുമാറിൻ്റെ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, അതൊന്ന് കാണണം. എന്താണ് കേൾക്കൽമേ അങ്ങനെ എന്തൊരു പറഞ്ഞിട്ട് പറക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന. ബൈ ബൈ, ഡെൽറ്റ വിസ്കസ്.